എന്നു വരും, എപ്പോൾ വരും, പോയതുപോലെൻ മണവാളൻ. എന്നു വരും, എപ്പോൾ വരും, പോയതുപോലെൻ മണവാളൻ. എത്ര നാളായി കാത്തിരുന്നൻ കൺകളിതാ മങ്ങിടുന്നേ. എന്നു വരും, എപ്പോൾ വരും, പോയതുപോൽ എൻ മണവാളൻ. എന്നു വരും, എപ്പോൾ വരും, പോയതുപോൽ എൻ മണവാളൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തോത്രം കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ. കാരുണ്യവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉറങ്ങി ഉണർന്ന് കർത്താവിൻ്റെ പാദപിടിത്തിലായിരിക്കാൻ സ്വർഗമേ ആരോഗ്യത്തോടും സുബോധത്തോടും എഴുന്നേൽപ്പിച്ചതോർത്ത് നന്ദി പറയട്ടെ, സ്തോത്രം ചെയ്യട്ടെ. അപ്പം ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും അവിടുത്തെ പകല ദാനമായി തന്നു ഇന്ന് പകൽക്കാലം വഴി നടത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച എല്ലാ പ്രിയ മക്കളെയും ഏൽപ്പിക്കുന്നു, അവരുടെ പ്രാർത്ഥനാ വിഷയത്തെ സമർപ്പിക്കുന്നു കർത്താവേ. അപ്പം എൻ്റെ കുടുംബത്തെ തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, എൻ്റെ പ്രിയ മക്കളുടെ എല്ലാ കുടുംബങ്ങളെയും തിരുമുൻപാകെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിത പങ്കാളികൾ, ദാനമായി തന്ന മക്കൾ കർത്താവേ, ഞങ്ങളുടെ കൊച്ചുമക്കൾ, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങൾക്ക് പാർക്കുന്ന ഭവനം, ഞങ്ങളുടെ ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാ മക്കളെയും തിരുമുൻപാകെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളെ ഉള്ളതുപോലെ കാണുന്ന ദൈവം, ഞങ്ങളെ ഉള്ളതുപോലെ അറിയുന്ന ദൈവം അവിടുന്നാകിയാൽ സ്തോത്രം. ഞങ്ങളുടെ സകല വിഷയങ്ങൾക്ക് മറുപടി തന്ന് ഞങ്ങളെ സഹായിക്കുകയും ഞങ്ങളെ സ്നേഹിക്കുകയും ചെയ്യുന്നൊരു നല്ല അരുമ പിതാവ് ഞങ്ങൾക്കുള്ളതോർത്ത് നന്ദി പറയുകയാണ്. ഈ പ്രഭാതത്തിൽ അപ്പാ പിതാവേ എന്ന് നോക്കി വിളിക്കുക കർത്താവേ. അങ്ങയുടെ തിരു സാന്നിധ്യത്തിൻ്റെ മറവിൽ ഞങ്ങളെ ഒന്ന് മറച്ചാട്ട് കർത്താവേ. ആ പൊന്നുകരം ഞങ്ങളെ ഒന്ന് ചാർത്ത് പിടിക്കണമേ, ആ വഴികളിൽ ഞങ്ങളെ നടത്തണമേ, അങ്ങയുടെ ഇഷ്ടം ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണമേ. എൻ്റെ കർത്താവ് ഇന്നുവരെയും ഞങ്ങളെ അങ്ങനെ നടത്തിയ ദൈവമാകിയാൽ സ്തോത്രം. വീണ്ടും നടത്തുവാൻ സർവ്വസമ്പന്നന ബലമുള്ള കരങ്ങളിൽ ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവേ. അപ്പം ഞങ്ങളുടെ കുടുംബത്തെ കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ, ഞങ്ങളുടെ ജീവിത പങ്കാളിയെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ. ഹല്ലേലൂയ കർത്താവേ. ഞങ്ങളുടെ അനാഥരെ, വിധവകളെ ഒക്കെ സംരക്ഷിക്കുന്ന ദൈവം അവിടുന്ന് കർത്താവ്. അവിടുന്ന് ഞങ്ങളുടെ എല്ലാ വിഷയങ്ങളും ഏറ്റെടുത്തിരിക്കാൻ സ്തോത്രം. ഞങ്ങളുടെ സകല പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഓർത്ത് സ്തോത്രം. ദൈവമായ കർത്താവെ, സമാധാനത്തോടും ആരോഗ്യത്തോടും ദൈവകൃപയോടും ഞങ്ങളെ നടത്തിക്കാട്ടെ. ഞങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ അറിയിക്കട്ടെ കർത്താവേ. ഞങ്ങളുടെ പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കായും സ്തോത്രം ചെയ്ത് റിസൾട്ട് കാത്തിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ, നല്ല ജയമൊരുക്കി മാനിക്കണമേ കർത്താവേ. തുടർ വിദ്യാഭ്യാസമൊക്കെ മാനിക്കപ്പെടണം. ശ്രേഷ്ഠമായ വഴിവാതിൽ തുറന്നു കൊടുത്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. ജോലി കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടപ്പാ, എൻ്റെ അപ്പൻ്റെ അനുഗ്രഹിക്കപ്പെട്ട വഴിവാതിൽ അവർക്ക് തുറന്നു കൊടുക്കണമേ. വിദേശ രാജ്യത്ത് കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന മക്കളുണ്ട് കർത്താവേ. അവരുടെ പ്രയത്നത്തിനൊക്കെയും ഹല്ലിൽ ഇരട്ടി പ്രതിഫലം സ്വർഗം മാനിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കരുതണമേ. കഷ്ടമോ സങ്കടമോ ഭാരമോ അവരുടെ ജീവിതത്തിലുണ്ടാകാൻ അനുവദിക്കാതെ സ്വർഗം കരുതിക്കാട്ട് കർത്താവേ. കർത്താവേ, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അത്ഭുത വഴികളെ തുറന്നു കൊടുക്കണമേ. ജോലി ചെയ്യുന്ന മക്കളെ ആരോഗ്യത്തോടും സമാധാനത്തോടും നല്ല പ്രതിഫലം കൊടുത്ത് മാനിച്ചു കൊള്ളണമേ കർത്താവേ. എൻ്റെ ദൈവമായ കർത്താവ്, വിവാഹപ്രായമായ മക്കൾക്ക് തക്ക തുണയെ ഒരുക്കി അവർ വിവാഹം നടക്കാൻ സഹായിക്കണമേ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് തലമുറകളെ കൊടുത്ത് അനുഗ്രഹിച്ചാട്ടപ്പാ. ഗർഭിണികളായിരിക്കുന്ന മക്കളെ ഉള്ളംകരത്തിൽ വഹിച്ചു കൊള്ളണമേ കർത്താവേ. സ്തോത്രം. ഭവനമില്ലാത്ത മക്കൾക്ക് ഭവനം കൊടുത്താട്ടപ്പാ. ഭവനം പണിയുന്ന മക്കളുടെ ഭവനത്തെ പൂർത്തീകരിച്ച് പാർക്കുവാൻ ഭാഗ്യം ഒരുക്കിക്കാട്ട് കർത്താവേ. കടഭാരത്തിന് നടുവിൽ വലയുന്ന ജീവിതങ്ങളോട് മനസ്സലിഞ്ഞാട്ടപ്പാ. അവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞ അപ്പൻ അത് തീർത്തു കൊടുത്തേ മതിയാകുമെന്നും പ്രാർത്ഥിക്കുകയാണ്. കുടുംബജീവിതത്തിൽ സമാധാനം അനുഭവിക്കാത്ത കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. ഇതിൻ്റെ സ്വസ്ഥതയും സമാധാനം അവർക്ക് കൊടുക്കണമേ കർത്താവേ. വചനത്താലും ആത്മാവിനാലും അവരെ നിറച്ചാട്ട് കർത്താവേ. സന്തോഷത്തോടെ ജീവിപ്പാൻ ഇടയാക്കിക്കാട്ടെ. എല്ലാ കുടുംബജീവിതത്തെയും വാഴ്ത്തി അനുഗ്രഹിച്ചാട്ടെ. ഞങ്ങളുടെ ഉപജീവനമാർഗത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സ്വർഗം വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ബിസിനസ് ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കണമേ. കഷ്ടനഷ്ടം കൂടാതെ ഹല്ലേലൂയ കർത്താവേ. വേണ്ടുന്നെല്ലാം കൊടുത്ത് ശ്രേഷ്ഠമായി നടത്തണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, യാത്രയിലായിരിക്കുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കുന്ന കർത്താവേ.
എൻ്റെ ദൈവമായ കർത്താവെ, പുതുവയസ്സിൽ പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം. കുടുംബജീവിതത്തിൽ പുതുവർഷക്കാലം പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ച് സഹായിച്ച് സൂക്ഷിക്കണമേ കർത്താവെ. പുതിയ നന്മകളും അനുഗ്രഹങ്ങളും കൊടുത്ത് മാനിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, സമയം ഹല്ലേലൂയപ്പാ, സ്തോത്രം സ്തോത്രം. നീറുന്ന ചില വിഷയങ്ങളുടെ നടുവിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി പ്രവർത്തിച്ച് അത്ഭുതങ്ങളെ ചെയ്ത് മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ സമയം ഹല്ലേലൂയ കർത്താവേ, ഞങ്ങളുടെ രോഗികളുമായി തിരുമുൻപാകെ കടന്നു വരുന്നു. ഞങ്ങളുടെ രോഗിക്ക് നല്ല വൈദ്യൻ അവിടുന്ന്, രോഗം നീക്കുന്ന മരുന്ന് അങ്ങ്. എല്ലാ രോഗികളെയും ഉള്ളതുപോലെ കാണുന്ന കർത്താവ് അവിടുന്ന്. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ, തൈറോയിഡുള്ളവർ, ആസ്മയുള്ളവർ, അലർജിയുള്ളവർ, ദുഃഖസംബന്ധമായ രോഗമുള്ളവർ, എൻ്റെ കർത്താവെ സ്തോത്രം സ്തോത്രം. യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവർ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, കാഴ്ചയില്ലാത്തവർ, കേൾവിയില്ലാത്തവർ, ഓർമ്മയില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവർ, ഹല്ലേലൂയ. മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങൾ, തലമുടി മുഴുവനും കൊഴിഞ്ഞു പോകുന്ന ജീവിതങ്ങൾ, ഉറക്കമില്ലാത്ത ജീവിതങ്ങൾ, എൻ്റെ കർത്താവ് മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയും ഉള്ളവർ, ശരീരമാസകലം അതിവേദനയും നീർക്കെട്ടുമുള്ളവർ, ആമേൻ, അസ്ഥികളുടെ വേദനയാൽ ഭാരപ്പെടുന്നവർ, കർത്താവെ സ്തോത്രം. എൻ്റെ കർത്താവ് ഉള്ളതുപോലെ കാണുന്ന ദൈവമാകിയാൽ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഉദരസംബന്ധമായ രോഗമുള്ള മക്കൾ, കർത്താവ് വയറ്റിൽ മൊഴിയാൽ ഭാരപ്പെടുന്ന ജീവിതങ്ങൾ, ബ്ലീഡിങ്ങിനാൽ ഭാരമുള്ളവരെ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവ്. എൻ്റെ അപ്പൻ സർവ്വത്തിനും മരുന്നും വൈദ്യനുമാണ്. എൻ്റെ അപ്പൻ മനസ്സലിവും കരുണയുമുള്ള ദൈവമാണ്. ഓരോ പ്രിയപ്പെട്ടവരെയും തിരുമുൻപാകെ ഏൽപ്പിച്ചു തരിക. സ്വർഗമൊന്ന് തൊട്ട് സുഖപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആശുപത്രി മുറികളിലും ഭവനങ്ങളിലും കിടക്കകളിലായിരിക്കുന്നവർ, വീൽ ചെയറിലായിരിക്കുന്നവർ, അപ്പോൾ കൈകാൽക്കോ ചലനമില്ലാത്തവരപ്പാ, ആമേൻ, പരസഹായം കൂടാതെ എഴുന്നേൽപ്പാൻ കഴിയാത്തവർ, കർത്താവേ, അവരെല്ലാം തിരുമുൻപാകെ തരുന്നു. നാഥാ, മനസ്സലിയനും കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നീ അവിടെ നല്ല അറിയാതെ ഞങ്ങളുടെ തലയിൽ ഒരു മുടി പോലും കൊഴിയുകയില്ലല്ലോ കർത്താവേ. ആമേൻ. അങ്ങയുടെ സന്നിധിയിൽ വിളിച്ചപേക്ഷിക്കുന്നത് തൻ്റെ കുഞ്ഞുങ്ങളുടെ യാചനയുടെ സ്വരം കേട്ട് മറുപടി അയക്കും, നിശ്ചയമായും മാനിക്കും, മാറ്റമില്ലാത്ത സാക്ഷ്യം പറയുവാൻ സഹായിക്കും. അതോർത്ത് നന്ദി പറയുന്നു. ഓപ്പറേഷന് തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവരുണ്ട് കർത്താവേ. ഓരോ സർജറിയുടെ മേലും കർത്താപ്പച്ചൻ്റെ കാര്യം ചേർത്ത് പിടിച്ചോണേ. യാതൊരു കൈപ്പിഴയും കൂടാതെ എല്ലാം ചെയ്യുവാൻ സ്വർഗമെല്ലാം ഡോക്ടേഴ്സിനെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സൗഖ്യം പ്രാപിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തണം. അപ്പോൾ സ്തോത്രം. പല്ലിൻ്റെ വേദനയാൽ ഭാരമുള്ളവർ, ഇൻഫെക്ഷനാൽ ഭാരമുള്ളവർ, കർത്താവെ സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഹിക്കവയ്യാത്ത എല്ലാ വേദനകളിൽ നിന്നും എല്ലാവരെയും വിടുവിച്ചാട്ടപ്പാ. സ്തോത്രം സ്തോത്രം കർത്താവെ പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു. നാഥാ സ്തോത്രം. അങ്ങയുടെ തിരുമുൻപിൽ കടന്നു വന്നിട്ടുള്ള ഒരു മക്കൾ ലജിച്ച് പാരോടുന്ന് സമ്മതിക്കുന്ന ദൈവമല്ലല്ലോ. ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്, അത് നിശ്ചയം ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അപ്പോൾ വിടുതൽ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. അതിനായി ഞങ്ങളെ ഒരുക്കണം. പാപം കൂടാതെ ജീവിക്കണം. അപ്പൻ്റെ ഇഷ്ടം ഞാൻ സഹായിക്കണം. ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കണം. ചുറ്റുപാടുകളെയും അയൽ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണം. സഹോദരങ്ങളെയും പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണം. ആമീൻ. ഹല്ലേലൂയ. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ കരുതിക്കൊള്ളുമാറാകണം. ഞങ്ങളുടെ ഭരണകർത്താക്കളെ അനുഗ്രഹിക്കണം. സുവിശേഷ വേലകളെയും വേലക്കാരെയും അനുഗ്രഹിക്കണം. അപ്പം മദ്യത്തിലും മയക്കുമരുന്നിലും അടിമപ്പെട്ട് ജീവിക്കുന്ന അനേക ജീവിതങ്ങളെ സ്വർഗമെന്ന് മാനസാന്തരത്തിലാക്കി തീർത്തേ മതിയാകുന്നതിൽ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ് ഈ നാളുകളിൽ ഇടപെടണം, സംസാരിക്കണം. പൂർണ്ണമായും ഈ ലഹരപദാർത്ഥം ഈ ലോകത്തിൽ നിന്ന് മാറിപ്പോവാൻ എൻ്റെ സ്വർഗത്തിലെ അപ്പാ നീ അടങ്ങിയിരിക്കരുതേ, അതിനായി മുഖാന്തരം ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ.